നമസ്കാരം. ഉത്രാട പുലരിയിലുണ്ടായ ദുരന്തത്തിന്റെ ഞെട്ടൽ മാറാതെ തേവലക്കരയും ഊച്ചുരയും അടങ്ങുന്ന പ്രദേശം. ഒരു കുടുംബത്തിലെ പ്രതീക്ഷകളെ തകർക്കുന്ന ദുരന്തമാണ് ഇന്നുണ്ടായത്. കൊല്ലം തേവലക്കര സ്വദേശി പ്രിൻസും രണ്ട് മക്കളുമാണ് വാഹനാപകടത്തിൽ മരിച്ചത്. ഭാര്യയും മൂത്ത മകളും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണെന്ന വാർത്ത കൂടി അറിഞ്ഞതോടെ കണ്ണീർ വാർക്കുകയാണ് നാട്ടുകാർ. ബന്ധുവിനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാക്കിയ ശേഷമുള്ള അവരുടെ മടക്കയാത്രയാണ് അവസാന യാത്രയായത്. പുലർച്ചെ 3:14 ഓച്ചിറ വലിയ കുളങ്ങരയിൽ ദേശീയപാതയിലായിരുന്നു ഒരു കുടുംബത്തെ കശക്കിയെറിഞ്ഞ അപകടം. വീട്ടിലെത്താൻ 25 കിലോമീറ്റർ മാത്രമുള്ളപ്പോഴായിരുന്നു അപകടത്തിന്റെ രൂപത്തിൽ ദുരന്തത്തിന്റെ വരവ്. 5 അംഗ കുടുംബം സഞ്ചരിച്ചിരുന്ന വാഹനം എതിർദിശയിൽ വന്ന KSRTC ബസ്സുമായി കൂട്ടിയിടിക്കാണ് ഉണ്ടായത്. വാഹനങ്ങൾ നേർക്കുനേർ ഇടിക്കുകയായിരുന്നുവെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. അപകടത്തിൽ SUV പൂർണ്ണമായും തകർന്നു. വാഹനം വെട്ടിപ്പൊളിച്ചാണ് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തത്. പ്രിൻസ് ആയിരുന്നു വാഹനം ഓടിച്ചത്. ഇടയ്ക്ക് ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വാഹനത്തിലുണ്ടായിരുന്ന പ്രിൻസ് തോമസും മക്കളായ 14-കാരൻ അതുലും 5 വയസ്സുകാരി അൽക്കയും അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. പ്രിൻസിന്റെ ഭാര്യ ബിന്ദിയെയും മൂത്ത മകൾ ഐശ്വര്യയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. +2 വിദ്യാർത്ഥിനിയായ ഐശ്വര്യയുടെ നില അതീവ ഗുരുതരമാണെന്നാണ് വിവരം. ഐശ്വര്യയെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ബിന്ദിയുടെ കാലിനാണ് പരിക്കേറ്റത്. 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അതുൽ. അൽക്ക UKG വിദ്യാർത്ഥിനിയും. ധനകാര്യ സ്ഥാപനവും മെഡിക്കൽ ഷോപ്പും നടത്തിവരികയാണ് പ്രിൻസ്. US പോകുന്ന ബിന്ദിയുടെ സഹോദരന്റെ മകനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാക്കി മടങ്ങിയായിരുന്നു കുടുംബം. KSRTC ഫാസ്റ്റ് പാസഞ്ചറും SUV നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു. SUVയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ഏറെ പണിപ്പെട്ടാണ് പരിക്കേറ്റവരെ വാഹനത്തിൽ നിന്ന് പുറത്തെടുത്തത്. ചേർത്തലയിലേക്ക് പോവുകയായിരുന്നു ബസ്. KSRTC ബസിന്റെ മുൻഭാഗവും തകർന്നു. രാവിലെ 6:30 അപകടമുണ്ടായത്. വലിയ ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. പ്രിൻസിനോടൊപ്പം മുൻ സീറ്റിലാണ് ഭാര്യ വിന്ധ്യയും ഇരുന്നത്. വിന്ധ്യയുടെ കാലിനാണ് പരിക്കേറ്റത്. പ്രിൻസ് കല്ലേലി ഭാഗം കൈരളി ഫൈനാൻസ് ഉടമയാണ്. അതേസമയം പോലീസും ആംബുലൻസും വരാൻ കാലതാമസമുണ്ടായി എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ബസ്സിലുണ്ടായിരുന്നവരിൽ ചിലർ റോഡിലേക്ക് തെറിച്ചു വീണെന്നും SUVയിലെ യാത്രക്കാർ വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നുവെന്നും നാട്ടുകാർ മാധ്യമങ്ങളോട് പറഞ്ഞു. അപകടത്തിൽ ബസ്സിലെ 16 പേർക്ക് പരിക്കേറ്റുവെന്നാണ് വിവരം. 14 പേർ ഓച്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിലും 2 പേർ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടി. KSRTC ബസ്സിലെ ഡ്രൈവർ N അനസ്, കണ്ടക്ടർ ചന്ദ്രലേഖ എന്നിവർ ഉൾപ്പെടെയുള്ളവർക്കാണ് പരിക്കേറ്റത്. ബസ്സിൽ ജീവനക്കാർ ഉൾപ്പെടെ 26 പേരാണ് ഉണ്ടായിരുന്നത്.